എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ടാറ്റ ടിയാഗോയുടെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ വർക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെ സ്റ്റീരിയോ പ്ലസ് നമ്മുടെ ക്യാമറ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ബേസ് മോഡൽ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് ബേസ് മോഡലല്ല. ഇതിൽ സ്റ്റിയറിംഗ് കൺട്രോളും മിറർ അഡ്ജസ്റ്റ്മെൻറ്റും ഫോർഡ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഫോർഡ് സ്പീക്കേഴ്സ് അതേപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എല്ലാം വന്നിട്ടുണ്ട്. പെൻ ഡ്രൈവിൻ്റെ ആ ഒരു കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ് വരെ ആ ഒരു ക്ലിപ്പ് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റീരിയോ ഇല്ല. സ്റ്റീരിയോയുടെ പാനൽ കാണിച്ചു തരാം. ബാക്ക് സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ അഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്റ്റീരിയോയുടെ പാനൽ. അതേപോലെ തന്നെ കണ്ടില്ലേ, സ്റ്റീരിയോ ഇല്ല. പക്ഷേ ഇതിൽ സ്പീക്കേഴ്സും സ്റ്റിയറിംഗ് കൺട്രോളും അതേപോലെ തന്നെ ബാക്ക് സെൻസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പെൻ ഡ്രൈവിൻ്റെ ആ ഒരു ഓപ്ഷനിലെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റീരിയോ മാത്രമില്ല. ഈ ഒരു സെയിം സംഭവം തന്നെ നമ്മളെ സ്കോഡ കുഷാക്കിലും വന്നിട്ടുണ്ട്, ഗ്രാൻഡ് വിറ്റാറിലും വന്നിട്ടുണ്ട്. കാരണം സ്പീക്കറും വന്നിട്ടുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോളും വന്നിട്ടുണ്ട്, ബാക്ക് സെൻസറും എല്ലാം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ടിയാഗോയും വന്നിട്ടുള്ളത്. ഇത് ബേസ് മോഡലാണെന്ന് പറഞ്ഞത് കസ്റ്റമർ. പക്ഷേ ഇതെനിക്ക് തോന്നുന്നത് XT വേരിയൻ്റ് ആണെന്നാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യണമെങ്കിൽ നോർമലായിട്ടുള്ള സോക്കറ്റ് ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇതേപോലെയാണ് ബേസ് മോഡൽ വരുന്ന സോക്കറ്റ് വരിക. അപ്പോൾ നമ്മൾ ബേസ് മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് എടുത്തു കൊണ്ടുവന്ന സോക്കറ്റ് ഇതാണ്. പക്ഷേങ്കിൽ ഇതിലങ്ങനെയല്ല വരുന്നത്. നമ്മുടെ സ്റ്റീരിയോ ഉള്ള വണ്ടികളുണ്ട്, ടിയാഗോ, അൾട്രോസ്, നെക്സോൺ. അപ്പോൾ ഇതിലൊക്കെ വരുന്ന ഏകദേശം വയറിംഗ് കിറ്റ് കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. ടിയാഗോയ്ക്ക് ആയാലും നെക്സോൺ ആയാലും അൾട്രോസ് ആയാലും നമുക്ക് വയറിംഗ് കിറ്റിൽ സെൻസർ ആയാലും സ്റ്റിയറിംഗ് കൺട്രോൾ ആയാലും ബാക്ക് സെൻസർ ആയാലും എല്ലാം ഒരേ വയറിംഗ് കിറ്റിലാണ് വരുന്നത്. സെപ്പറേറ്റ് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതേപോലത്തെ ഒരു ക്യാൻവസ് യൂണിറ്റ് ഉണ്ടായാലാണ് നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റീരിയോ സെറ്റ് ചെയ്യാൻ പറ്റുവാണ്ടില്ലേ. അതാണ് നോർമലായിട്ട് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ സോക്കറ്റിൽ കണക്ട് ചെയ്യാൻ ബേസ് മോഡൽ വണ്ടി പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ബേസ് മോഡൽ വണ്ടിക്കാകുമ്പോൾ നമുക്ക് എല്ലാം വലിക്കണം. വയറിങ് 4 ഡോറിലേക്കും സ്പീക്കേഴ്സിന് അംശം വലിക്കണം. ഡോർ അയച്ചിട്ട് സ്പീക്കർ ചെയ്യണം. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൊണ്ടോട് സെപ്പറേറ്റ് ചെയ്യണം, പെൻ ഡ്രൈവിന് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലെന്ന് പറയാൻ നമുക്ക് ഈ ഒരു ക്യാൻവസ് യൂണിറ്റിൻ്റെ ഇതൊരു ക്യാൻവസ് യൂണിറ്റിൻ്റെ വയറിങ് കണ്ടില്ലേ, സോക്കറ്റൊക്കെ കറക്റ്റ് ആയിരിക്കും. നമുക്ക് വേറെ ഓൾട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ വേണ്ട ക്യാൻവസ് ഇല്ലാണ്ടും ഈ വണ്ടിയിൽ സ്റ്റീരിയോ ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിൽ വയറിങ് നമുക്ക് ലൂപ്പ് ചെയ്യണം. ഇത് ലൂപ്പ് ചെയ്യാണ്ടിരിക്കാനാണ് ഈ ഒരു ക്യാൻവസിൻ്റെ കിറ്റ് ചെയ്യണേ. അപ്പോൾ സ്റ്റീരിയോ ഉള്ള വണ്ടിയുടെ സെയിം വയറിംഗ് കിറ്റാണ് നമ്മൾ ഈ ഒരു ടിയാഗോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എടുത്തിട്ടുള്ള ഈ ഒരു വേരിയൻ്റ് എടുത്തിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഇത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബമ്പർ അഴിച്ചിട്ടുണ്ട്. ബമ്പർ അഴിച്ചിട്ട് നമ്മൾ ഫോഗ് ലാമ്പ് ചെയ്യാനായിട്ട് പോവാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫോഗ് ലാമ്പ് ഇല്ല. ഇതിൽ വയറിംഗ് കിറ്റും ഇല്ല, ഫോഗ് ലാമ്പും ഇല്ല. നേരെ സെറ്റില്ല. പക്ഷേ സെറ്റിനായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷേ ഇതിൽ ഫോഗ് ലാമ്പ് ഇല്ല, ഫോഗ് ലാമ്പ് വയറിംഗ് ഇല്ല. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ഇത് കമ്പനി വയറിംഗ് പോലെ സ്ലീവൊക്കെ ഇട്ട് പക്കയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 2 വയർ വന്നത് വേറെ ഒന്നുമല്ല. നമുക്കിത് DRL ഉള്ള ടൈപ്പ് ഫോഗ് ലാമ്പ സെറ്റ് ചെയ്യണം ഈ ഒരു വണ്ടിക്ക്, DRL ഫോഗ് ലാമ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സെപ്പറേറ്റ് 2 വയർ വലിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ഹെല്ലയുടെ ഹോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൽ ഉണ്ടായിരുന്ന ഹോൺ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ ഹെല്ലയുടെ ഈ ഒരു ടൈപ്പ് ഹോൺ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ചെയ്യണ ഫോഗ് ലാമ്പ് ഈ ഒരു ടൈപ്പാണ്, DRL ടൈപ്പ് ഫോഗ് ലാമ്പാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടു, ഇതിലാകുമ്പോൾ DRL വരും. കീ ഓൺ ചെയ്യുമ്പോൾ ഒരു DRL എത്തും വൈറ്റ് ലൈറ്റിൽ. പിന്നെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു DRLൻ്റെ വൈറ്റ് കട്ടായിട്ട് യെല്ലോ വരും. ഒപ്പം തന്നെ അത്യാവശ്യം വെട്ടമുള്ളൊരു ഫോഗ് ലാമ്പാണ്. കാണാനായിട്ട് നല്ല രസമാണ്. ബമ്പറിൽ വരുമ്പോൾ 2 സൈഡിലൊരു റൗണ്ടിൽ DRL വരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് വയറിങ്ങൊക്കെ നമ്മൾ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ വൃത്തിയോടോ അലമ്പൊന്നുമില്ല. സെപ്പറേറ്റ് ചെയ്ത പോലും തോന്നില്ല. അത്രയ്ക്ക് നല്ല ഫിനിഷിങ്ങിലാണല്ലോ. വയറിങ്ങൊക്കെ പോകേണ്ട ഉള്ളിൽ കൂടെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് എന്തായിട്ടും ഈ ഒരു വീഡിയോയുടെ അവസാനം കാണാം. ഓക്കെ, അപ്പോൾ ഈ വയറിങ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തു, സ്റ്റീരിയോ ഫിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, പിന്നെ ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടത് ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ മേൽവശത്തായിട്ടാണ് ചെയ്യണം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പോർഷനിലാണ് ക്യാമറ വെക്കണം. നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ബട്ടൺ ടൈപ്പ് ക്യാമറയും ചെയ്യാൻ പറ്റും. പക്ഷേ അതിനകത്ത് ഇച്ചിരി വൃത്തി നമ്പർ പ്ലേറ്റിൻ്റെ ഈ ഒരു ഏരിയയിൽ വരുന്ന ക്യാമറയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റീരിയോ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ഫോഗ് ലാമ്പ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുള്ള വീഡിയോ എന്തായാലും കാണാം.